പട്ടാമ്പി സ്വദേശിയ ജാഫർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജാഫർ, താങ്കൾ ഇപ്പോഴും പഹൽഗാമിലാണെന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇന്നലെ അപകട സമയത്തും താങ്കൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ അതെ, ഞങ്ങളിപ്പോ പഹൽഗാമിലാണുള്ളത്. പഹൽഗാമിൽ ഈ സംഭവം നടന്നതിന്റെ ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത്. അവിടെ ഇപ്പോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലാണ്. ഇന്നലെ ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു അതേ സമയത്ത് ഇതിന്റെ ഒരു 50 മീറ്റർ അടുത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി പകുതി എത്തിയപ്പോഴാണ് ആൾക്കാർ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നത്. സാധാരണ ഒരാൾക്ക് നടന്നിറങ്ങാത്തൊരു സ്ഥലമാണ്. പക്ഷെ അപ്പോഴും ഈ കുതിരനെല്ലാം വിട്ട് ആൾക്കാർ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിണ്ടായിരുന്നില്ല എന്താ എന്താ നടക്കുന്നത്. അപ്പൊ അവിടെ ലോക്കൽ കാശ്മീരികൾ പറഞ്ഞിരുന്നത് ഫയറിംഗ് നടക്കുന്നത് മാത്രമേ അവർക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ റൂമിലെത്തിയതിനു ശേഷമാണ് ചാനലൊക്കെ കണ്ടിട്ടാണ് ഇത്ര വലിയ സംഭവം എന്ന് മനസ്സിലായത്. ഞങ്ങള് പിന്നെ മൊത്തം ഫാമിലിയാണ്. ചെറിയ കുട്ടി മുതൽ ഫാദറും മദറും അങ്ങനെ 16 പേരുണ്ട്. ഇന്നലെ അവിടെയായിരുന്നു, പേൽഗാമിലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ്. നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഇല്ല, ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരാൾക്കും ഇത് ഭീകരാക്രമണമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഫയറിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഓടി വരികയായിരുന്നു. ഈവൺ അവിടെ ഈ കുതിരക്കാരായിട്ടുള്ള കാശ്മീരികൾക്ക് വരെ അറിയുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ച് റൂമിലെത്തിയിട്ട് ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ ഞങ്ങളവിടെ എൻ്റെ കൂടെ എൻ്റെ ബ്രദർ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നതാണ്, മൻസൂർ എന്നാണ് പേര്. ആളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് വാക്കേറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് ഇത് പരിചയം ഉണ്ടല്ലോ. ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പട്ടാളക്കാരും കാശ്മീർ പോലീസൊക്കെ വന്നിരുന്നു. അവരെല്ലാവരും ഇവിടുന്ന് ഒഴിപ്പിച്ചു. ഇതൊരു ജനവാസ മേഖലയല്ല, പക്ക ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് താമസിക്കുന്നവരും വളരെ കുറവാണ്. എല്ലാവരും ശ്രീനഗറിൽ നിന്ന് പോയി വരുന്നവരാണ്. ഞങ്ങളൊരു കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പഹൽഗാമിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? അവിടെ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലും കവറിലുമാണ് പഹൽഗാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ അനുഭവപ്പെടുന്നു? കാര്യം ഭീതിതമായൊരു അന്തരീക്ഷം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണല്ലോ. കാര്യം തുടരാക്രമണമൊന്നും ഉണ്ടാകാതിരിക്കാൻ പരമാവധി നമ്മുടെ സുരക്ഷാ സേനകൾ എല്ലാ കരുതലുകളും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ചെറിയ പേടി ഉണ്ടാകുമല്ലോ. എന്താ വിവരം? ആളുകളൊന്നും പുറത്ത് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം, നിങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സേഫായിട്ട് ഇരിക്കുക എന്നുള്ള, പുറത്തിറങ്ങരുത്. ഞങ്ങൾക്ക് ഇവിടുത്തെ പട്ടാളക്കാരൊക്കെ കാണാൻ കഴിയുന്നില്ല, കാരണം ഞങ്ങൾ റൂമിലാണ്. പക്ഷേ തൊട്ടടുത്തു കൂടി തന്നെ എയർഫോഴ്സിനെ പോലെ മിലിറ്ററിയുടെയും ഹെലികോപ്റ്ററുകൾ പറക്കുന്ന ശബ്ദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് നിരീക്ഷണത്തിലാണ് ഇന്നലെ രാത്രി മുതൽ. പെട്ടെന്ന് തന്നെ സൈന്യത്തിന് വരാൻ പറ്റും, കാരണം അവർ അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരുപാട് മലയാളികൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ എല്ലാവരും കാണാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് ഒഴിവായിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് ശ്രീനഗറിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. പട്ടാമ്പിയിൽ എവിടെയാ താങ്കളുടെ വീട് ജാഫർ? പട്ടാമ്പി കറുകപുത്തൂരാണ്. കറുകപുത്തൂര്. കറുകപുത്തൂർ. ശരിക്കും നിങ്ങൾ ആരൊക്കെയാണ് ഈ പഹൽഗാമിൽ പോവുക എന്നുള്ള ഇത് വെച്ച് പോയതാണോ, അതോ അനന്ത്നാഗ്, ശ്രീനഗർ ഇവിടെയൊക്കെ കവർ ചെയ്യുക എന്ന രീതിയിലാണോ പോയത്? ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഫാമിലിനെ കാണിക്കാന്ന് വിചാരിച്ചപ്പോ ഉപ്പയും ഉമ്മയും ബ്രദറും അനിയനും അങ്ങനെ അവർ കുട്ടികളുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് മൂന്ന് സ്ഥലത്താണ് കാശ്മീരിൽ കാണാൻ. സോനമാർഗ്, പഹൽഗാം, അതുപോലെ ഗുൽമർഗം സ്ഥലത്താണ് വരാനുള്ളത്. അവിടെ പഹൽഗാമിൽ ഇന്നലെ ആയിരുന്നു, ദുർബൈശ്വർ ഇന്നലെ തന്നെയായിരുന്നു ഞങ്ങളും ഇവിടെ എത്തിയത്. ഓർത്തെടുക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നതിന് എത്ര ദൂരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത് പിന്നീട്? ഞാൻ മുമ്പ് ഈ സ്ഥലത്ത് പോയിട്ടുള്ളത് കാരണം ഈ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു 50 മീറ്റർ ഒക്കെ താഴെയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടാവുക. അപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. ഭാഗ്യമായി താങ്കൾ സുരക്ഷിതമായി ശ്രീനഗർ വഴി കേരളത്തിലേക്ക് മടങ്ങി വരിക. താങ്ക് യു ജാഫർ, ഈ മോർണിംഗ് ഷോയിൽ ചേർന്നതിന് താങ്ക് യു. എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം നടുങ്ങിപ്പോയൊരു ഭീകരാക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. എന്തായാലും വാർത്തകൾ, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണവും വാർത്തകളും ഒക്കെ വരികയാണ്. ഒരുപക്ഷെ ഈ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തുടരാക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ സുരക്ഷാ സേന എല്ലാവിധമായ കരുതലുകളും കാശ്മീരിൽ എടുത്തുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്നും സൂചനകൾ വരുന്നുണ്ട്.